അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അയില പൊരിക്കുന്നതാണ്. അപ്പോൾ അയില പൊരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതലാളിയെല്ലാം പോയി. പിന്നെ എല്ലാ ദിവസവും മട്ടനും ചിക്കനും മീനും നല്ല നല്ല ഷീബാസ് സുപ്രീം എല്ലാം ഒന്നും മടുത്തേക്ക്. അപ്പോൾ ഇന്ന് അയിലയും പരിപ്പ് കറിയുമാണ്. അപ്പോൾ പരിപ്പ് കറി ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. 20,000 ആൾ കണ്ടിക്ക്. അതിൻ്റെ ശേഷത്തിൽ ആൾ കണ്ടിട്ട് ഞാൻ തന്നെ അറിയില്ല. ഞങ്ങൾ ആ പരിപ്പ് കറി ഒന്ന് ചെന്ന് നോക്കണം. ഓക്കെ. അപ്പോൾ നല്ല അടിപൊളി പരിപ്പ് കറിയാണ്. ഇത് ഞാൻ കറിവേപ്പിലൊക്കെ ഞാൻ തിന്നും. നല്ലോണം പൊരിഞ്ഞു പോയാൽ നമുക്ക് തിന്നാം. കറിവേപ്പില നമ്മളെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ ചെയ്യുക പറഞ്ഞാൽ കറിയിൽ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പില എടുത്തിട്ട് അങ്ങ് ചാടിക്കുന്നു. ചാടാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇതുപോലെ മത്തിക്കറി മത്തിയായാലും മീനായാലും പൊരിക്കുന്നതിൽ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ മീൻ മസാലയും അതേപോലെ അതിൻ്റെ അകത്തേക്ക് ലെമൺ പൗഡറും ചേർക്കുക. കറുത്ത ലെമൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ഈ കറുത്ത ലെമൺ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കിൽ കെട്ടിയിട്ട് കടലിൽ പിന്നെ താഴ്ത്തി വെക്കുവാണ്. എന്നിട്ട് പിന്നീട് എടുത്തിട്ട് ഉണക്കുന്നതാണ് എൻ്റെ അറിവ്. ഇനിയിപ്പോൾ അതിനേക്കാണ് അറിവുള്ള ആരും കൊണ്ട് കമൻറ്റിൽ എന്ത് ചെയ്തോ ഇങ്ങനെ ഇട്ടോ. അപ്പോൾ ഇത് പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. വെള്ളച്ചോറും പരിപ്പ് കറിയും ഇതാണ്. അപ്പോൾ ആയിക്കഴിഞ്ഞു. ഇപ്പം തിരിച്ചതും അതിന് അരിയത്തൊന്നും കഴിയില്ല. അതാവുന്നുണ്ട്. അവിടാ എന്താ ചെറിയ തീയിൽ വെക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം. അയ്യവാ, നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു റെസിപ്പി വരുന്നുണ്ട്. കുബൂസ് നാളെ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും 2 കിലോ മല്ലി 1 കിലോ മുളക് 500 മഞ്ഞളും വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് ഞാൻ നാളെ ഇടും. ഇന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ മീൻ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പോൾ ഇതേ പറയാനുള്ളൂ. അപ്പോൾ അയില പൊരിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഓഫാക്കി വെച്ചാൽ എന്ത് ചെയ്യൂ, ആ ചൂടുന്ന് അങ്ങനെ പൊരിഞ്ഞോളൂ. അപ്പോൾ ഒന്ന് മൂടി വെച്ചാൽ അപ്പം മൂടി വെച്ചാൽ എന്താ ചെയ്യൂ, അടിയിൽ പൊരിഞ്ഞോളൂ. ഞങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മളെ കിച്ചണാണിത്. കിച്ചൺ കാണിച്ചു തരാം. ഇത് അടുത്ത കിച്ചണാണിത്. എന്താ ഇത് ഇവിടെ പരിപാടി ഒന്നുമില്ല. ഇത് വെറുതെ ഒരു കിച്ചൺ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മളെ ഓവൻ. പിന്നെ ആടെ ഇറച്ചി അരക്കുന്ന സാധനമുണ്ട്. ഇത് ഇറച്ചി അരക്കുന്നത് മൂടി വെച്ചാണ്. അപ്പോൾ ഇത് പൊടി കുഴക്കുന്നതാണ്. സാൻഡ്വിച്ച് ചൂടാക്കുന്നത് അങ്ങനെ എല്ലാം ഉണ്ട്. ഊത് കത്തിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ വേറെ ജ്യൂസ് അടിക്കുന്നെല്ലാം ഉള്ളിലുണ്ട്. അല്ല നേരം എടുത്ത് പുറത്തു വെക്കലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ കിച്ചൺ. ചെറിയ കിച്ചൺ തന്നെ വലിയ ഓവണല്ല. പഴയ ഓവൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിവാക്കുവാണ്. ഇത് ഒഴിവാക്കി. അപ്പോൾ ഇതിൽ മട്ടനാണ്. ഇത് ബ്രെഡ് ടൺ. ഇത് കറിവേപ്പില എത്ര ദിവസം ഇങ്ങനെ കറിവേപ്പില വെച്ചാലും വെള്ളം മാറ്റി കൊടുത്താൽ മതി. പിന്നെ തക്കാളി പുറത്ത് വെക്കുന്നത് വെച്ചാൽ പച്ച തക്കാളി വാങ്ങിക്കൊണ്ടു പുറത്ത് വെച്ചാൽ പഴുക്കും. പിന്നെ നമ്മളെ ഇത് പുതിയ അടുപ്പാണ്. ഉണ്ടല്ലേ? അടിപൊളി അടുപ്പല്ലേ? അപ്പോൾ ഇത് ഇന്നലെ വന്നാണ് സംഭവം. ഇതിൻ്റെ ബർണർ ഞാൻ കഴിച്ചു വെച്ചാണ്. അതിന് കുറച്ച് കളർ മാറ്റം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ കിച്ചൺ. ഓക്കെ. ഇത് നമ്മൾ ഓവനിലുള്ള ഇന്നലെ ചിക്കൻ ഉണ്ടാക്കിക്കാനും. അപ്പോൾ കുറച്ച് വെള്ളം പറഞ്ഞു വെച്ചാണ്. ഇത് പക്ഷികളാണ്. അപ്പം അങ്ങനെയല്ലാണ് സംഭവം. പക്ഷികളിവിടെ ഉണ്ട്. നമ്മളെ പക്ഷികളായത് കണ്ടില്ലേ? ഇതൊക്കെ പക്ഷികളാണ്. കണ്ടോ? ഇവിടെ ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? ചക്കയൊക്കെ സഞ്ചി കെട്ടി വെച്ചാൽ അണ്ണാർ കണ്ണൻ കൊത്തുന്നതിന്. ഇതണ്ടാ ചക്ക. നല്ല നല്ല റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പരമാവധി ഫോളോ ചെയ്ത് വെച്ചോളി. ഞാനിപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഇത്രേ പറയാനുള്ളൂ. ഇനി ചോറ് തിന്നണം. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. 4 ദിവസം ലീവാണ്. അടുത്ത വ്യാഴാഴ്ച വരെ ലീവാണ്. അപ്പോൾ നല്ല നല്ല ഒരു മീൻകറി ഉണ്ട്. അടിപൊളി ഒരു മീൻകറി ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്തൊരു മീൻകറിയാണ്. അത് മീൻ വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ട്. അയക്കൂറ വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ട്. അത് നാളെ തന്നെ ഇടാം. പ്രശ്നമില്ല. ഓക്കെ. കുബൂസിന്റെ റെസിപ്പി ഇതാ വരുന്നു. ഇപ്പം എഡിറ്റ് ചെയ്തെത്തും. എത്തിയ ഉടനെ ഇടും ഇൻഷാ അല്ലാ. കുബൂസ് ഉണ്ടാക്കുന്ന മിഷ്യൻ ഞാൻ ഓൾറെഡി അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിച്ചണിൽ ഒരുപാട് സാധനം വരാനുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത് തന്നെ വരും. ബാക്കിയെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. $5000 സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എത്തിയില്ല. അതിൻ്റെ കൊട്ടേഷൻ പാസ്സായില്ല. അപ്പോൾ
ഇത്തിരി പറയാനുള്ളൂ കേട്ടോ.